ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നലെ ഞാൻ ചെയ്ത മോരുകറി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയും കമൻറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവർക്കും നന്ദി. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പ്രോൺസ് വലത്ത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് എന്നാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷുമാണ്. ഒരുപാട് മസാലകളൊന്നുമില്ല, കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതുണ്ട്, പിന്നെ ചെറിയ ഇൻഗ്രീഡിയൻസ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 1 കിലോ ഫ്രഷ് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. അത് ഏകദേശം ഒരു 600-650 ഗ്രാം ഉണ്ടാവുമായിരിക്കും. ഇത് 4 പച്ചമുളക് ചരിച്ചരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് വെളുത്തുള്ളി 25 അല്ലി കനം കുറച്ചരിഞ്ഞത്. ഇത് ചെറുനാരങ്ങ പകുതി. ഇത് 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. 4 തണ്ട് വേപ്പില. ഇത് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് 12 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ചെറിയ ഉള്ളി ഇതാണ്. ഇത് 4 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത്. ഇത് ഒരു തേങ്ങയുടെ 1/4 ഭാഗം കൊത്തി അരിഞ്ഞിട്ട്. ഇത് ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 4 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒരു ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം. ഗ്യാസ് ഇതിട്ടിട്ട് കത്തിച്ചാൽ മതി. ഒരു തേങ്ങയുടെ 1/4 ഭാഗത്തോളം എടുത്ത് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 2 മിനിറ്റ് ഇത് മൂടി ഇരുന്ന് കുക്ക് ചെയ്യണം. അതിലിത്തിരി വെള്ളം ബാക്കി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ചെമ്മീത്തിൽ നിന്നും വെള്ളം വരും, നമ്മൾ കുറച്ച് വെള്ളം ബാക്കി വേണം, അത് ഒടുവിൽ ആവശ്യം വരും. ഇനി ഒന്ന് തുറന്ന് നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. ചെമ്മീൻ ഒരുപാട് നേരം വേവിക്കാൻ പാടില്ല, അത് ബലം പിടിച്ച് റബ്ബർ പോലെ ആയിപ്പോകും. കുറച്ച് വേവുള്ള ചെമ്മീൻ. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ തുറന്ന് നോക്കട്ടെ, ഇളക്കി. ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചെമ്മീനൊരു ചെറിയൊരു മധുരിപ്പുണ്ടാവും വലിയ ചെമ്മീനാകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത്തിരി ലെമൺ ഒഴിച്ചു കൊടുക്കാം. ഇനി മതി. ഇനി ഇത് ഇറക്കി മൂടി വെച്ചിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഒരു കാസ്റ്റ് അയണിൻ്റെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വെളിച്ചെണ്ണ 5 ടീസ്പൂൺ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി 2 ഇഞ്ച് നീളത്തിലെടുത്ത് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ടെടുക്കാം. വെളുത്തുള്ളി 25 അല്ലി അരിഞ്ഞത് ഇട്ടെടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് 12 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ചെറിയ ഉള്ളി സവാളയേക്കാളും കുറച്ച് മുമ്പിടണം. സവാള ഇട്ട് കൊടുത്തിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കണം. നേരത്തെ ചെമ്മീനിൽ അതിന് വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിന് വേണ്ട ഉപ്പ് പൊടി നമ്മൾ
ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള വേഗം വഴണ്ട് വരാനും നല്ലതാണ്. ഇരുമ്പ് ചീനച്ചട്ടിയിലാകുമ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ്. ഇരുമ്പ് ചീനച്ചട്ടിക്ക് നല്ല ഗുണങ്ങളുള്ളതാണ്. ഇത് ഒരുപാട് മൂക്കണ്ട, ഒരു പകുതി വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ സവാള ഒരുമാതിരി വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചെമ്മീനും തേങ്ങാക്കൊത്തും മാത്രം ഇട്ട് ഇതിനോടൊപ്പം ഇട്ട് വഴറ്റി എടുക്കണം. ഇതിലുള്ള ബാക്കി വെള്ളം ഏറ്റവും ഒടുവിൽ ഒഴിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് വഴണ്ട് വരണം. വഴണ്ട് തുടങ്ങുന്നുണ്ട്. ഒരുമാതിരി നന്നായിട്ട് ബ്രൗൺ ആവണം, എന്നാലാണ് എൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയിൽ ആവശ്യത്തിന്. ശരിക്കും വഴണ്ട് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കും, ഇളക്കാൻ പറ്റാണ്ടാവും, അടിയിൽ പിടിക്കും. ഇതിപ്പോൾ 5 മിനിറ്റോളം നമ്മളിത് വഴറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ സവാളയൊക്കെ ഒരുമാതിരി വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. പച്ചമുളക് നേരത്തെ ഇട്ടാൽ അതിൻ്റെ ഭംഗി പോകും. ഇനി നമുക്ക് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇളക്കി കൊടുക്കുക. നേരത്തെ ഇട്ട് ഉപ്പ് കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും, കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഈ ചീനച്ചട്ടി ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്ലോയിൽ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കുകയും ചെയ്യും. ഫ്രൈ പാൻ പോലെയല്ല. ഇത് ഇങ്ങനെ നമ്മൾ ഈ സവാളയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഇടുള്ളൂ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചീനച്ചട്ടിയൊക്കെ ആകുമ്പോൾ ഇളക്കി കൊടുക്കണം. തീ പിടിക്കണ്ടെന്ന് തോന്നിയാൽ തീ ഇത്തിരി സ്ലോ ആക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി ഇടാറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്രോൺസ് ഇട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങി. ഇനി ഞാൻ മുളക് പൊടി ഇടാൻ പോവാണ് ഇതിലേക്ക്. നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് ചേർക്കുന്നത് ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. എരിവിനുള്ളതാണ് നമ്മൾ സാധാരണ നോർമൽ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളമുണ്ട്, ചെമ്മീൻ വേവിച്ചിട്ട്. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കതും കൂടി ഒഴിച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. മുളക് പൊടി നല്ല കറക്റ്റായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ചേർന്നിരിക്കാനായിട്ട് ആണ് ആ വെള്ളം അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. ആ ടേസ്റ്റോടു കൂടി അത് അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ പ്രത്യേകമായിട്ട് നല്ലൊരു ടേസ്റ്റ് വരും. ഇത് മുളകൊക്കെ ശരിക്കും മൂത്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് ഈ ചെമ്മീനത്തിൻ്റെ വെള്ളം മാറ്റി വെച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കും. എല്ലാം കൂടി ഒന്ന് ചേർന്ന്
നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഞങ്ങൾ ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതിനാണ് ആ വെള്ളം മാറ്റി വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കും. നന്നായിട്ട് ഇതിനോട് ചേർന്ന് എല്ലാം പിടിച്ച് ചെമ്മീത്തിലെല്ലാം പിടിക്കും. തേങ്ങാക്കൊത്ത്, ചെമ്മീൻ എല്ലാം നല്ല ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും ഇറക്കാം. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല എല്ലാം കഴിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വന്ന് ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ചെമ്മീനകത്ത് റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ നല്ലതായിട്ട് മണമൊക്കെ വരുന്നുണ്ട്. ഞാനിന്നൊന്ന് മൂടി വെച്ച് ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് വിളമ്പി കഴിക്കാം. കണ്ടില്ലേ, നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടാൽ തന്നെ നമുക്ക് എത്ര വിശപ്പില്ലെങ്കിലും കഴിക്കാൻ തോന്നിപ്പോകും, അത്ര നല്ല സ്മെല്ലാണ് വരുന്നത്. ഇവിടുത്തെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഒട്ടും സമയങ്ങളെല്ലാം അവർക്ക് വിളമ്പാൻ പോവാണ്. ഇത് റൈസിന്റെ കൂടെ അധികം എരിവില്ലാത്ത കറി കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഒരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.